ബാംഗ്ലൂർ ഊബർ ഓടുന്ന ആൾക്കാർ സേഫ് ആണോ? ഈ താഴത്ത് കിടക്കുന്ന ഫോട്ടോസ് കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വണ്ടി നിർത്തിയിട്ടപ്പോൾ കയറിയതോ കൈ കാണിച്ച് കയറിയതോ എന്നല്ല, ഊബർ ബുക്ക് ചെയ്ത് വന്നിട്ട് കയറിയ ഒരു കസ്റ്റമർ ചെയ്ത കാട്ടിക്കൂട്ടിയ സംഭവങ്ങളാണിത്. അതും സിറ്റിൻ്റെ ഔട്ടർ ഒന്നല്ല, ഒത്ത നടുവിൽ നമ്മളെ മാന്യത ടെക് പാർക്കില്ലേ, അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ, ജസ്റ്റ് 5 കിലോമീറ്റർ ഒരു സ്ഥലത്ത് നടന്നാണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ രാവിലെ 4 മണിക്ക് എടുത്ത ട്രിപ്പ് ചെയ്യുന്നു, ഒരു 4 മിനിറ്റിന് ഒരു 150 റുപ്യ അങ്ങനെ എന്തോ കണ്ടപ്പോൾ എടുത്താണ്. എന്നിട്ട് കുറച്ചാണ്ട് കയറിയപ്പോൾ ഇവരൊന്ന് ഒരു ചെറിയ ഷോർട്ട് കട്ട് കയറാൻ പറഞ്ഞു. അപ്പോൾ അവനാണ് കയറി ഒരു 50 മീറ്ററാണ് പോയപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു. ഒരുത്തൻ ഇറങ്ങിയിട്ട് ചാവി ഊരി ഫോൺ ഊരി. പിന്നെ ബാക്കിൽ നിന്ന് കത്തിയോ എന്നിട്ടിട്ട് വെട്ടിയതാണ്. അപ്പോൾ പിടിച്ചപ്പോൾ ഇതിൽ കീറിയിട്ട് ഇതിൻ്റെ നടുവലിൻ്റെ നരമ്പ് പൊട്ടിക്കണം. ഇപ്പോൾ സർജറി ചെയ്യാൻ വേണ്ടി നാട്ടിൽ പോയിക്കാണ്. പോലീസ് ഇതുവരെ FIR ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവന് സ്റ്റേഷനിൽ പോകാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. 2 ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു ഇവിടെ ബാംഗ്ലൂർ. പിന്നെ ഇവിടുന്ന് സർജറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഫുഡും പിന്നെ ഇവിടെ നിൽക്കാൻ ആരുമില്ല. അപ്പോൾ നാട്ടിൽ പോയി. അപ്പോൾ സ്റ്റേഷനിൽ പോലെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് സ്റ്റേഷനിൽ പോയിട്ട് FIR ഇട്ടിട്ടില്ല. ഊബറിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ഇത് പറ്റിയിട്ട് 4-5 ദിവസമായി. പിന്നെ PMV ആണ് ഫ്ലീറ്റിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞാൽ അങ്ങോട്ട് ഓഫീസിലേക്ക് ചെല്ലാൻ. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ശ്രദ്ധിച്ചോളി, നല്ല ശ്രദ്ധിച്ചോളി. എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാൽ കസ്റ്റമർ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചാൽ സ്പോട്ടിൽ ക്യാൻസൽ ആയിക്കോളി. ഒരു ക്യാൻസലേഷൻ ഒരു പറയും നോക്കണ്ട. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനെ കുടുങ്ങാണെന്ന് തോന്നിയാൽ എതിർക്കാൻ നിൽക്കണ്ട. എന്താ ചോദിക്കണത് കൊടുത്ത് ഒഴിവാക്കുക. കാരണം ഫോണും പൈസ ഒക്കെ പോയാൽ നമുക്ക് വേറെ ഉണ്ടാക്കാം, തടി പോയാൽ അതേമാതിരിക്കാവില്ല. ഇവരെന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല.